ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ എല്ലാവർക്കും ആ ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ക്വയറീസും നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ എല്ലാം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ആൻസർ ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കണ്ടൻസ് ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ ഇതിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബാലൻസ് 25 ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളൊരു 45 ഡേയ്സ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചാപ്റ്റർ വൈസും ടോപ്പിക് വൈസും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 45 ഡേയ്സ് റിവിഷൻ സീരീസ് ത്രൂ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മൾ ചെയ്ത വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ NTPCയുടെ 45 ഡേയ്സ് റിവിഷൻ സീരീസിൻ്റെ ആ ഒരു പ്ലേ ലിസ്റ്റ് ഐക്കാർട്ടിൽ കൊടുക്കാം. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈൽ നദിയാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈലാണ്. ഏകദേശം 6650 കിലോമീറ്റർ ആണ് നൈൽ നദിയുടെ നീളം. ഓക്കെ, അടുത്തത്, വിച്ച് ലെയർ ഓഫ് ദ എർത്ത് ഈസ് റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന എർത്തിന്റെ ലെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ടർ കോർ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യണത്. ഓക്കെ, ഔട്ടർ കോറിനകത്ത് മോൾട്ടൺ അയണും നിക്കലുമാണ് ഉള്ളത്. എർത്തിന്റെ ഔട്ടർ കോറിലുള്ളത് മോൾട്ടൺ അയൺ ആൻഡ് നിക്കൽ, ഇവരാണ് ഔട്ടർ കോറിൽ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. എർത്തിന്റെ അന്തരീക്ഷത്തിൽ, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഗ്യാസ് നൈട്രജൻ ആണ്. ഓക്കെ, നൈട്രജൻ ഗ്യാസ് ആണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഏകദേശം 78% ഓഫ് നൈട്രജൻ ഗ്യാസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? അന്തരീക്ഷത്തിൽ കാണാൻ പറ്റും. The deepest part of the ocean is. സമുദ്രത്തിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ട്, അതിന് നമ്മൾ മരിയാന ട്രെഞ്ച് ആണ് ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഏകദേശം 11,034 മീറ്റർ ആണ് മരിയാന ട്രെഞ്ചിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. 11,034 മീറ്റർ ആണ് മരിയാന ട്രെഞ്ചിന്റെ ഡെപ്ത്. Which type of rock is formed from magma? മാഗ്മയിൽ നിന്നും ഇഗ്നിയസ് റോക്സ് ആണ് ഫോം ചെയ്യുന്നത്. കൂൾഡ് മാഗ്മ അല്ലെങ്കിൽ ലാവ, അതിൽ നിന്നൊക്കെയാണ് എന്ത് ഫോം ചെയ്യണത്? ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യണത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞു തന്ന 5 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിന്റെ കൂടെ തന്നെയുള്ള കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. ഏതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അടുത്തത്, വിച്ച് ഡെസേർട്ട് ഈസ് ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡെസേർട്ട് ഏതാണ്? സഹാറയാണ്. ഓക്കെ, ഹോട്ട് ഡെസേർട്ട് ആണ് സഹാറ. ഏകദേശം 9.2 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് സഹാറയുടെ ഏരിയ. മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് സഹാറ മരുഭൂമിയുടെ ഏരിയ എന്ന് പറയുന്നത്. Which of the following is a primary greenhouse gas? പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ക്ലൈമറ്റ് ചേഞ്ചിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന ഒരു ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. എലമെന്റ് അല്ല, സോറി, ക്ലൈമറ്റ് ചേഞ്ചസിന് ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കോൺട്രിബ്യൂഷൻസ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്.
അടുത്തത്, ദ ഇക്വേറ്റർ പാസസ് ത്രൂ വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺട്രീസ്? ഇക്വേറ്റർ 13 രാജ്യങ്ങളിൽ കൂടിയാണ് പോകുന്നത്. ഓക്കെ, ഇക്വേറ്റർ പാസ് ചെയ്യുന്നത് ലോകത്തിലെ 13 രാജ്യങ്ങളിൽ കൂടെയാണ് പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ബ്രസീൽ തന്നിട്ടുണ്ട്, പിന്നെ ഇക്വഡോർ, ഓക്കെ, ഇക്വഡോർ ഉണ്ട്, കൊളംബിയ, ബ്രസീൽ ഉണ്ട്, സൗ ടോം ആൻഡ് പ്രിൻസിപ്പെ, ഗബൺ, റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ. ഇത് 2 രാജ്യങ്ങളാണ് കേട്ടോ, നമ്മൾ ഇതിലെ പകുതി രാജ്യങ്ങളും കേട്ടിട്ടില്ല അല്ലെ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ബാക്കി ഞാൻ ഇവിടെ എഴുതാം, ഉഗാണ്ട, കെനിയ, ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഉഗാണ്ട, കെനിയ ഒക്കെ കേട്ടിട്ടുണ്ട്, സൊമാലിയ കേട്ടിട്ടുണ്ട്, മാൽദീവ്സ്, ഇന്തോനേഷ്യ, കിരിബാത്തി. ഓക്കെ, ഇത്രയും രാജ്യങ്ങളിൽ കൂടെയാണ് എന്ത് പാസ് ചെയ്ത് പോകുന്നത്? ഇക്വേറ്റർ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം നോക്കി വെക്കണം, കാരണം ഇതിലെ ഏതാണ് ഓപ്ഷനിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അടുത്തത്, വിച്ച് മൗണ്ടെയിൻ റേഞ്ച് സെപ്പറേറ്റ്സ് യൂറോപ്പ് ആൻഡ് ഏഷ്യ? യൂറോപ്പിനെയും ഏഷ്യയും സെപ്പറേറ്റ് ചെയ്യുന്നത് യുറാൽ മൗണ്ടെയിൻ റേഞ്ച് ആണ്. യുറാൽ മൗണ്ടെയിൻ റേഞ്ച് ആണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അടുത്തത്, ദ റിംഗ് ഓഫ് ഫയർ ഈസ് അസോസിയേറ്റഡ് വിത്ത്? റിംഗ് ഓഫ് ഫയർ എർത്ത് വോൾക്കാനോസ് ഒക്കെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യമാണ്. റിംഗ് ഓഫ് ഫയർ എന്ന് വെച്ചാൽ ഒരു ടെക്നോട്ടിക്കലി ആക്റ്റീവ് ഏരിയ ആണ്. പസഫിക് ഓഷ്യനിലാണ് നമുക്ക് റിംഗ് ഓഫ് ഫയർ കാണാൻ പറ്റുക. പസഫിക് ഓഷ്യനിലെ ഒരു ടെക്ടോണിക്കലി ആക്റ്റീവ് ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. എർത്ത് ക്വേക്കും വോൾക്കാനോസും ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഓക്കെ, ഗംഗാ നദിയാണ് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയത്. 2525 കിലോമീറ്റർ, 2525 കിലോമീറ്റർ ആണ് ഗംഗാ റിവറിന്റെ നീളം എന്ന് പറയുന്നത്. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ? കോസ്റ്റ് ലൈൻ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഓക്കെ, ഗുജറാത്തിലാണ് തീരപ്രദേശം ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലാണ്. ഓക്കെ, ഏകദേശം 1600 കിലോമീറ്ററോളം തീരദേശം കാണപ്പെടുന്നത് ഗുജറാത്തിലാണ്. Which is the largest freshwater lake in India? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക്, ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ഏതാണ്? വൂളാർ ലേക്ക് ആണ്. ഓക്കെ, വൂളാർ ലേക്ക് ജമ്മു കാശ്മീരിലുള്ള വൂളാർ ലേക്ക് ആണ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ. അടുത്തത്, ദ വെസ്റ്റേൺ ഗട്ട്സ് ആർ ഓൾസോ നോൺ ആസ്? വെസ്റ്റേൺ ഗട്ട്സിനെ നമ്മൾ സഹ്യാദ്രി ഹിൽസ് എന്ന് കൂടെ പറയാറുണ്ട്. സഹ്യാദ്രി ഹിൽസ് എന്നുകൂടെ എന്തിനു പേരുണ്ട്? വെസ്റ്റേൺ ഗട്ട്സിന് പേരുണ്ട്. അതൊരു യുനെസ്കോ സൈറ്റ് ആണ്. ഓക്കെ, സഹ്യാദ്രി ഹിൽസ് എന്ന് പറയുന്നത് ഒരു യുനെസ്കോ സൈറ്റ് ആണ്. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ ആണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? എന്തൊക്കെയാണ് നോക്കിയത് എന്നുള്ള കാര്യം ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഓക്കെ അല്ലേ എന്ന് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെറ്റിലേക്ക് പോവാം. വിച്ച് ഈസ് ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി അല്ലെങ്കിൽ പീക്ക് എന്താണ്? കാഞ്ചൻജംഗയാണ്. ഓക്കെ, 8586 മീറ്റർ ആണ് കാഞ്ചൻജംഗയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈയസ്റ്റ് പീക്ക് ആണ് കാഞ്ചൻജംഗ. വിച്ച് റിവർ ഈസ് നോൺ ആസ് ദ ദക്ഷിണ ഗംഗ? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്.
ഓക്കെ, ദക്ഷിണ ഗംഗ എന്ന് പറയുന്നത് ഗോദാവരി സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ആണ് ഗോദാവരി. അത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ദക്ഷിണ ഗംഗ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Which state has the largest forest cover in India? ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ്, കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഓക്കെ, മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കാടുകൾ കാണപ്പെടുന്നത്. Which is the only active volcano in India? ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള അഗ്നിപർവ്വതം അല്ലെങ്കിൽ വോൾക്കാനോ ഏതാണ്? ബാരൺ ഐലൻഡ് ആണ്. ഓക്കെ, അതെവിടെയാണ്? ആൻഡമാൻ സീയിലാണ് ബാരൺ ഐലൻഡ് കാണപ്പെടുന്നത്. ആൻഡമാൻ സീയിലാണ് ബാരൺ ഐലൻഡ് ഉള്ളത്. ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ ബാരൺ ഐലൻഡ് ആണ്. The Tropic of Cancer passes through how many Indian states? Tropic of Cancer ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഈ 8 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിൽ പാസ് ചെയ്ത് പോകുന്നത്. ഇന്ത്യയിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോകുന്നത് ഈ 8 സംസ്ഥാനങ്ങളിൽ കൂടെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലെ? പറഞ്ഞു തന്നതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ പറഞ്ഞു തന്ന കാര്യങ്ങളും എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തത്, ദ മൺസൂൺ ഇൻ ഇന്ത്യ ഈസ് കോസ്ഡ് ബൈ. ഇന്ത്യയിൽ മൺസൂൺ, മഴക്കാലം ഉണ്ടാവുന്നത് സീസണൽ വിൻഡ് റിവേഴ്സൽ കാരണമാണ്. ഓക്കെ, സീസണൽ വിൻഡ് റിവേഴ്സൽ കാരണമാണ് ഇന്ത്യയിൽ എന്തുണ്ടാവുന്നത്? മൺസൂൺ ഉണ്ടാവുന്നത്. ദ ടേം എയ്നിനോ ഈസ് അസോസിയേറ്റഡ് വിത്ത്. എയ്നിനോ എന്ന ടേം ഡ്രൗട്ട്സ് ആൻഡ് ഫ്ലഡ്സ്. എയ്നിനോ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വെതർ കണ്ടീഷൻസിനെ മെൻഷൻ ചെയ്യുന്ന ഒരു വേർഡാണ്. എക്സ്ട്രീം വെതർ കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ്ട്രീം വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഒരു എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ആണ്. ഡ്രോട്ട്, വരൾച്ച എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? എക്സ്ട്രീം ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ടേം ആണ് എയ്നിനോ. Which is the largest saltwater lake in India? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം, ഉപ്പുവെള്ളം ഏറ്റവും കൂടുതലുള്ള തടാകം ഏതാണ്? സംബാർ ലേക്ക് ആണ്. ഓക്കെ, സംബാർ ലേക്ക് ആണ് ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ ലേക്ക്. സംബാർ ലേക്ക് കാണുന്നത് രാജസ്ഥാനിലാണ്. ഓക്കെ, രാജസ്ഥാനിലാണ് സംബാർ ലേക്ക് ഉള്ളത്. Which type of soil is most suitable for cotton cultivation? Cotton, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണെന്ന് പറയുന്നത് ബ്ലാക്ക് സോയിൽ ആണ്. ഓക്കെ, ബ്ലാക്ക് സോയില് മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബ്ലാക്ക് സോയിലിന് മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതെന്താണ്? കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. മണലാണ് അല്ലെങ്കിൽ മണ്ണാണ്. The leading producer of coal in India is. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോൾ, കൽക്കരി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഓക്കെ, കോള് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓക്കെ ആണ് ഈ ഒരു 25 ക്വസ്റ്റ്യൻസിൽ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ വെച്ച് കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നോട് പറയുന്ന കറക്ഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുമുണ്ട്. എല്ലാവരുടെയും കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് പറ്റുന്നത് പോലെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാനും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്കും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണം. സപ്പോർട്ട് മാത്രമല്ല,
നമ്മൾ തരുന്ന കണ്ടന്റ്സ് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. NTPCയുടെ ഡേറ്റ് ഒക്കെ അടുത്ത് തന്നെ വരും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ അപ്ലിക്കേഷൻ ഡേറ്റ് തീരാനായിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഇനി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പോയി കാണുക. നല്ല രീതിയിൽ എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുക. അതിന് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഹെൽപ്പ് നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.